ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ തൊഴുത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുന്നെപ്പോഴും വരുന്നതാണ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ തീയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതാണ് നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ പശു ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ തൊഴുത്തിൻ്റെ അവസ്ഥ ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം നല്ലോണം, അത്രയ്ക്കും തള്ളി ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. കറന്നു കഴിഞ്ഞപ്പോൾ തീ കത്തുന്നത്. എന്ത് പാല വെള്ളം പോലെയുണ്ട്. അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര ഫോമില്ലാണല്ലോ. തുടങ്ങുന്നുള്ളൂ. സത്യം പറഞ്ഞിട്ട് നല്ല സംഗതിയുള്ളൂ. ഞാൻ വിചാരിച്ച് പാല് കറന്ന് ഒരു തവണ കറന്നു കഴിഞ്ഞു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഈ സൈഡിലേ നിൽക്കുകയാണ്. അപ്പോൾ ഈ തീൻ്റെ ചൂട് കിട്ടുമല്ലോ ഉണ്ട്. നല്ല ചൂടുണ്ട് തീൻ്റെ. അതിൻ്റെ ഇടയിൽ മിക്കൂസ് കാണിച്ച് കരഞ്ഞ് ഞാൻ വന്ന വഴി തന്നെ ഓടി. കുഞ്ഞു പശു ഉണ്ടായിക്കോളൂ. കുഞ്ഞു പശുവിന് ഇപ്പോൾ കാറ്റും വെളിച്ചമൊക്കെ നല്ലോണം കിട്ടുന്നുണ്ടാവില്ലേ. ഇവർക്കിപ്പോൾ ഗാലറി പോലെ എന്താ പോത്തപ്പന്മാർ ഇതാ നിൽക്കുന്നുണ്ട്. പോത്തിന് ഒരു ദിവസമുള്ള തീറ്റയ്ക്ക് എത്ര ചിലവാകുമെന്ന് നമുക്കത് അറിയില്ല കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ചാക്ക് ഇറക്കണമുണ്ട്. ഉണ്ടപ്പോൾ പാല് കറന്നുകൊണ്ടിരിക്കാം. ഇന്ന് പാട്ടൊന്നും വെച്ചില്ലേ? ഞാൻ വീഡിയോ എടുക്കണോണ്ട് പാട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാട്ട് വെച്ചിട്ടില്ല. നമുക്ക് പോകണം. ഇതിങ്ങനെ ഇപ്പോൾ ഡെയിലി കത്തിക്കണമുണ്ട്. ഇവിടെ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു കാറ്റാണല്ലോ ഇപ്പോൾ. ആഹാ, തണുത്ത് വിറച്ചിട്ടാട്ടോ നിൽക്കുന്നത്. നല്ല കാറ്റുണ്ട്. എൻ്റെ പോത്തിൻ്റെ പുറകിൽ ഇവിടെ ഇതാ ബലറിക്കുന്ന വേണ്ട. എൻ്റെ പുറകിൽ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് ഇവിടെ നിൽക്കാം കേട്ടോ. അയ്യോ, പിന്നെ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? സുഖമാണ് എല്ലാവർക്കും. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പുലർച്ചെ ഇന്ന് 5:45 അപ്പോൾ അല്ലെങ്കിൽ 5:30 എണീക്കണതാണ്. ഞാൻ ഇത്ര ദിവസം എണീറ്റ് വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് രാവിലത്തെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടാവില്ല. ഞാൻ ഒരു ദിവസം പാലിറക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പൂല്ലാത്തൊരു ദിവസം. ഇന്ന് അപ്പൂൻ്റെ കൂടെ ഞാനും വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാം, അതുപോലെ അപ്പൂന് ഒരു കൂട്ടായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പോത്ത് വളം ഇട്ടിട്ടായില്ല ചവിട്ട് നിൽക്കുന്നത്. അപ്പോൾ വന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. പോത്തിപ്പോൾ വളമിട്ടാണ്, അതൊന്ന് വരണം. അത് ഞാൻ വരാം. അപ്പോഴേക്കും അപ്പോൾ പാല് ഇറക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പാല് കറന്ന് ഇങ്ങനെ ഒഴിക്കലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പണി കിട്ടുമെന്നറിയാം അല്ലേ ഇപ്പോൾ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാൻ തുടങ്ങി. കാരണം പാല് മുമ്പിരുന്ന് കരയുന്നതിനേക്കാളും നല്ലത് ഇല്ലിപ്പോൾ പാല് പോയിട്ടിരുന്ന് കരയുന്നതിനേക്കാളും നല്ലതിൽ ഒഴിക്കണതാണ്. അമ്മ പശു പിന്നെ ഇന്നലെ പുല്ലൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടായിരുന്നു കേട്ടോ. അവള് അത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ തൊഴുത്ത് പൊളിച്ചതൊക്കെ. പിന്നെ അമ്മ പശുവിന് ഇവിടെയായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളെ അയച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവള് കൊമ്പ് കൊണ്ട് ഒരു കുത്തു കുത്തിയതാണ് അല്ലേ, തിരിഞ്ഞതാ. അവളില്ലേ ഈ മാറ്റ് നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് അവൾ നിൽക്കുന്ന ആ സൈഡ് ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് അത് മണത്ത് നോക്കിയപ്പോൾ ആ മാറ്റ് ഇങ്ങോട്ട് മറിഞ്ഞു. മറിഞ്ഞതും അമ്മു പശു പേടിച്ചിട്ട് ഓടിയതാണ്.
ആ ചുമരിപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ കാണുന്നു. അവൾക്ക് അത്രയും പേടിയാണ്. അറിയണ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. എന്താണെന്നറിയോ, ഈ മാട്ടിന് ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മൾ തല്ലാറോ അടിക്കാറോ ഒന്നും ചീത്ത പറയാറോ പോലും ഇല്ല. പോത്തുകളിലേക്ക് പിന്നെ ചെയ്യാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ചിലപ്പോൾ തല്ലിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അമ്മൂനെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അവൾക്ക് എന്താ അറിയില്ല, ഭയങ്കര പേടി. ഈ മാറ്റ് കണ്ടിട്ട് പേടിച്ചിട്ട് മാറ്റിൽ നിൽക്കാണ്ട് ഇന്നലെ ഈവനിങ് പാൽ ഇറക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ഇവൾക്ക് ഭയങ്കര പേടിയാണ്. അതെന്താണെന്നറിയില്ല. അങ്ങനെ അവളുടെ പേടി കാരണം സംഭവിച്ചാണ് ഈ മതിൽ പൊളിഞ്ഞത്. പിന്നെ ഇത് പൊളിഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അവിടെ അത്ര സിമൻറ്റൊന്നും ഇല്ലാണ്ടാണ് ഒന്നും എടുത്ത് തേച്ചിരിക്കുന്നത്. അതവിടെ തേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ വേണ്ടി ഇവിടുത്തെ നോക്കുമ്പോൾ ആൾക്ക് കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കാട്ടെ. അപ്പം ഞാനിത് അവർക്ക് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ, കുടി കഴിയും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മു പശുവിനെ കുഞ്ഞു പശുവിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ നല്ല വെള്ളം കുടിയിലാണ്. അവൾ വൈക്കോൽ തിന്ന് കഴിഞ്ഞപ്പോൾ വൈക്കോൽ തിന്ന് കഴിഞ്ഞിട്ടില്ല, അത് കുറച്ചുണ്ടാവും തിന്നാൽ മതി. അവൾ വൈക്കോൽ തിന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പൊട്ടിച്ചതിൻ്റെ ഇതുപോലത്തെ കഷ്ണങ്ങളും മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവൻ മൂത്ര വെച്ചിട്ട് അവിടെ ഒരു കുഴി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിട്ട് കൊടുത്താണ്. ഇവിടെയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അടിച്ച് ഞാൻ വൃത്തിയാക്കിയതാണ്. ഇനി വെള്ളമൊക്കെ ഉണങ്ങണമെങ്കിൽ പിന്നെ പുറത്ത് കൊണ്ടുപോയി കെട്ടിയിടണം കേട്ടോ. പിന്നെ ഇത്രയുള്ള വീഡിയോ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിനെ കുടിപ്പിക്കാണ്ട് കറന്നാണ്. അപ്പോൾ ആദ്യത്തേനെ ഇപ്പോൾ കുട്ടിനെ കുടിപ്പിക്കാണ്ട് കറന്നാണ് കേട്ടോ. രണ്ടാമത്തെയും കൂടെ കറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പാലിറങ്ങുമല്ലോ. അടുത്താൾ വളവുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ പോയി വരട്ടെ. ഇനി പോകാൻ കൊണ്ട് നിൽക്കുമ്പോഴേക്കും അടുത്താളും ചായ കിട്ടൂട്ടെ. നമ്മുടെ അങ്ങോട്ട് എടുക്കാം. ഇത് കൊടുത്ത് പോയി വാരിയിട്ട് വരാം കേട്ടോ. വേണ്ട തീയൊക്കെ കെട്ടുപോയി കേട്ടോ. ഓഫായിന്നേ. ഇവന് ഇടക്കൊമ്പ് കൊണ്ടല്ലോ കൂടുതലാണ്. പോടാർന്നു. അവൻ്റെ വളമൊക്കെ വാരിയിട്ടുണ്ട്. അപ്പോൾ ഇവന് ഇന്നലെ ഇല്ലേ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. വൈക്കോലും തിന്നാൻ പറ്റാണ്ട് ഒരുമാതിരി ചുമച്ചിട്ട്, അതായത് വയറ് മുറുകിയിട്ട് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ കൊടുത്താൽ ശരിയാകുമ്പോഴായിട്ട് വെളിച്ചെണ്ണ കൊടുത്തപ്പോഴാണ് കേട്ടോ അവൻ ഓക്കെ ചെയ്ത്. അതുവരെ അവന് ഭയങ്കര അസ്വസ്ഥനായിരുന്നു കേട്ടോ നമ്മുടെ ഗുണ്ടം പൂത്ത്. അപ്പോൾ അവൻ ഓക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതടുത്തവൻ എനിക്ക് പണി തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാനൊന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇവരടുത്ത പരിപാടി തന്നുകൊണ്ടിരിക്കുക. ശരി, അതും കൂടെ വാരിയിട്ടിട്ട് പോവാം. വേണ്ട, നമ്മളിവിടെ വീണ്ടും വളമൊക്കെ വാരി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തൃപ്തിയാവില്ല. ഇനി ഞാൻ വരുന്ന ദിവസം ഇങ്ങനെ അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്കായപ്പോൾ നല്ല പണിപ്പാടാണ്. പാലും കറക്കണം, വളവും വരണം, അടിക്കണം, ഇവർക്ക് വൈക്കോലിട്ട് കൊടുക്കണം. നമുക്ക് നല്ല പണിയാണ്. അമ്മൂന് ഇച്ചിരി വൈക്കോലിട്ട് കൊടുക്കും. അമ്മൂൻ്റെ മുഖം വെള്ളമായിരിക്കും. അപ്പോൾ അമ്മൂന് ഇച്ചിരി വൈക്കോലിട്ട് കൊടുക്കാം കേട്ടോ. നല്ല കുഞ്ഞിനും എൻ്റെ വക. നിങ്ങൾ വൈക്കോലൊക്കെ തിന്നില്ലേ? ഇനി കിടന്നോളൂ. പിന്നെ നമുക്ക് വേണ്ടി ബ്രഷൊക്കെ ചെയ്യാം കേട്ടോ. ബ്രഷ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇപ്പം കാണാൻ കുത്താൻ വരുന്നത്. ഇവനെയാണ് ആദ്യം മാറ്റിക്കെട്ടേണ്ടത്. ഇവൻ ഈ സൈഡ് കെട്ടിയാൽ സേഫായിരിക്കും, കുത്താൻ വരില്ല. പിന്നെ നാളെ അപ്പുറത്തെ സൈഡൊക്കെ ആക്കുക. അപ്പോൾ തപ്പുപാല് കയറുന്ന കേട്ടേട്ടാ. എനിക്ക് ബ്രഷൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിരുന്നിരിക്കും. ബൈ.